എല്ലാവർക്കും ശരസ്നോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റിയൽമി എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ സി സീരീസിലെ ഏറ്റവും പുതിയ രണ്ട് ഫോണുകൾ കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റിയൽമിയുടെ C12 എന്ന് പറഞ്ഞ ഫോണും C15 എന്ന് പറഞ്ഞ ഫോണും. അപ്പോൾ ഈ രണ്ട് ഫോണുകളെ പറ്റി ഞാൻ ഇതിന് മുന്നേ രണ്ട് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ആ രണ്ട് ഫോണുകളുടെ കൂടെ തന്നെ അവർ പുതിയൊരു പ്രൊഡക്റ്റും കൂടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ റിയൽമിയുടെ പുതിയൊരു വയേർഡ് ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് റിയൽമി ബഡ്സ് ക്ലാസിക്. ഏകദേശം ഒരു വർഷം മുന്നേ നമ്മുടെ റിയൽമി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു വയേർഡ് ഇയർഫോൺസ് ഇറക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ റിയൽമി ബഡ്സ് 2 ആയിരുന്നു. അപ്പോൾ റിയൽമി ബഡ്സ് 2 ഏകദേശം 599 രൂപയ്ക്കാണ് അവർ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു റിയൽമി ബഡ്സ് ക്ലാസിക് എന്ന് പറയുന്നത് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി ബഡ്ജറ്റ് വേർഷൻ ആയിട്ടുള്ള ഒരു റിയൽമിയുടെ ഇയർഫോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 റുപ്പീസ് ആണ്. അപ്പോൾ ഈ ഒരു സെയിം പ്രൈസിൽ വരുന്ന വേറെ ഇയർഫോൺസ് നോക്കുവാണെങ്കിൽ നമ്മുടെ MI ബേസിക് എന്ന് പറഞ്ഞ ഇയർഫോൺസ് ഉണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ബാസ്ഹെഡ്സ് 100 എന്ന് പറഞ്ഞൊരു ഇയർഫോണും കൂടിയുണ്ട്. അപ്പോൾ ബാസ്ഹെഡ്സ് 100നെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു കാർഡ് വരും. അപ്പോൾ ആ ഒരു സെയിം ബഡ്ജറ്റ് പ്രൈസിലാണ് ഈ ഒരു ഇയർഫോൺസും കൂടെ ഇറങ്ങുന്നത്. ഈ ഒരു ഇയർഫോൺസ് നിങ്ങൾക്ക് രണ്ട് കളർ വേരിയന്റിലാണ് വരുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് ആയിട്ടൊരു വേരിയന്റ് ആണ്, പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഫുൾ വൈറ്റ് ആയിട്ടൊരു വേരിയന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇയർഫോൺസ് നമ്മുടെ ഈ ഒരു ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ ഇയർഫോൺസ് ഒക്കെ പോലെ ഏകദേശം ചെറിയ രീതിയിൽ സാമ്യമുണ്ട്. അതായത് ഇത് ഫുള്ളായിട്ടൊരു ഇൻ ഇയർ ഇയർഫോൺസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് ഇയർ ഇയർഫോൺസ് ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരൊറ്റ സൈസ് മാത്രമേ ഉള്ളൂ എല്ലാ ഒരു ചെവിക്കും ഫിറ്റ് ആവാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഇയർ ടിപ്സോ അല്ലെങ്കിൽ സ്മോൾ, മീഡിയം, ലാർജ് എന്നിങ്ങനെ സൈസുകളൊന്നും തന്നെ ഈ ഒരു ഇയർഫോണിൽ കിട്ടില്ല. ബേസിക് ആയിട്ട് മറ്റ് ഇയർഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇയർഫോൺസിൽ എനിക്ക് ഈ ഒരു പ്രൈസിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് ഇതിലുള്ള ഡ്രൈവറാണ്. ഇതിൽ വരുന്നത് 14.2 മില്ലിമീറ്ററിൻ്റെ ഒരു ഓഡിയോ ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലൗഡ്നെസ് ഉണ്ടാകും. കൂടാതെ ബേസും കൂടാതെ ട്രിബിളും ഇതെല്ലാം തന്നെ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഈ ഒരു ഇയർഫോൺസിൽ നിന്ന് വരാവുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലുള്ള മൈക്രോഫോൺസ് ആണ്. അപ്പോൾ ഇതിലുള്ള മൈക്രോഫോൺ എന്ന് പറയുന്നത് ഒരു ഹൈ ഡെഫിനിഷൻ മൈക്രോഫോൺ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു നോയിസ് ക്യാൻസലേഷനും കൂടാതെ നല്ല ക്രിസ്പ് ആയിട്ടുള്ള വോക്കൽസും കോൾ ക്വാളിറ്റിയും എല്ലാം തന്നെ ഉള്ളൊരു ഇയർഫോൺസ് ആയിരിക്കും എന്നാണ് നമ്മുടെ റിയൽമി ക്ലെയിം ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു മൈക്രോഫോൺ ഹൗസിംഗിൽ നിങ്ങൾക്കൊരു ബട്ടണും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു ബട്ടൺ വഴി നിങ്ങൾക്ക് കോൾ അക്സെപ്റ്റ് ചെയ്യാനും റിജക്ട് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ മ്യൂസിക് പ്ലേയും പോസും ഒക്കെ ചെയ്യാനായിട്ട് വളരെയധികം ഉപകാരപ്പെടും. അതേപോലെ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ റിയൽമിയുടെ ബഡ്സ് 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇയർഫോൺസിന്റെ വയർ എന്ന് പറയുന്നത് ഒരു TPU കോഡഡ് ആയിട്ടുള്ള ഒരു റബ്ബർ ടൈപ്പ് വയറാണ്. നമ്മുടെ മറ്റേതിലെ പോലെ ഒരു ബ്രൈഡഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലോത്ത് വെച്ച് ബ്രൈഡഡ് ആയിട്ടുള്ള ഒരു വയറൊന്നുമല്ല, ഒരു നോർമൽ ഒരു റബ്ബർ TPU കോട്ടിംഗ് ഉള്ളൊരു വയറാണ്. കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ റിയൽമി ബഡ്സ് 2ൽ നമ്മുടെ ഇയർ ടിപ്സിൽ ഒരു മാഗ്നറ്റ് കാണാമായിരുന്നു. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇയർ ടിപ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു മാഗ്നറ്റ് അതിലുണ്ടായി. പക്ഷേ നമ്മുടെ ഈ ഒരു റിയൽമി ബഡ്സ് ക്ലാസിക്കിൽ നിങ്ങൾക്ക് ആ ഒരു മാഗ്നറ്റ് കിട്ടില്ല. ഇനി നമ്മുടെ ബോട്ടിൻ്റെ ബാസ്ഹെഡ്സ് 100ൽ കിട്ടിയിരുന്ന പോലെ ഈ ഒരു ഇയർഫോൺസിൽ നിങ്ങൾക്കൊരു വെൽക്രോ സ്ട്രാപ്പ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇയർഫോൺസിൻ്റെ ആ ഒരു വയർ നിങ്ങൾക്ക് ചുറ്റി വെക്കാനായിട്ട് ഈ ഒരു സ്ട്രാപ്പ് വഴി ഉപകാരപ്പെടും. കൂടാതെ ഈ ഒരു ഇയർഫോൺസ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ MI ബേസിക് എന്ന് പറഞ്ഞ ഇയർഫോൺസ് ആയിട്ടും നമ്മുടെ ബാസ്ഹെഡ്സ് 100 ആയിട്ടും സെയിം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഈ രണ്ട് ഇയർഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലുള്ള ഡ്രൈവർ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയൊരു ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിയിലും അത്യാവശ്യം ഒരു മെച്ചപ്പെട്ട സൗണ്ട് ക്വാളിറ്റി തന്നെയായിരിക്കും നമ്മുടെ റിയൽമി ബഡ്സ് ക്ലാസിക് എന്ന് വരുന്നത്. പക്ഷേ ഒരൊറ്റ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ബാക്കി രണ്ട് ഇയർഫോൺസ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഇൻ ഇയർ ഇയർഫോൺസ് ആണ്. അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ ഇയർ ടിപ്സും കൂടാതെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നോയ്സ് ഐസൊലേഷൻ, ഒരു പാസീവ് നോയ്സ് ഐസൊലേഷനും കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷേ ഈ ഒരു ഇയർഫോൺസിൽ നിങ്ങൾക്ക് നോയ്സ് ഐസൊലേഷൻ കിട്ടില്ല. കാരണം ഇത് ഫുള്ളായിട്ടുള്ള ഒരു ഇൻ ഇയർ ഇയർഫോൺസ് അല്ല, ഒരു ഹാഫ് ഇയർ ഇയർഫോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോയ്സ് ഐസൊലേഷൻ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഒരു 399 റുപ്പീസിന് അത്യാവശ്യം നിങ്ങൾക്ക് PUBG ഒക്കെ കളിക്കാനും ചെറിയ രീതിയിൽ മ്യൂസിക് ഒക്കെ കേൾക്കാനും കോളിങ്ങിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഇയർഫോൺസ് ആണ് നമ്മുടെ റിയൽമിയുടെ ബഡ്സ് ക്ലാസിക് എന്ന് പറഞ്ഞ ഇയർഫോൺസ്. അപ്പോൾ ഓഗസ്റ്റ് 24 ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ഒരു ഇയർഫോൺസിന്റെ ഫസ്റ്റ് സെയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇയർഫോൺസ് നിങ്ങൾക്ക് ആമസോൺ വഴിയും പർച്ചേസ് ചെയ്യാം, കൂടാതെ നമ്മുടെ റിയൽമിയുടെ വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുമെങ്കിൽ എന്തായാലും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.